സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തിന് ചോറും കറിയും തിന്ന് അന്യരാജ്യത്തിന് ജയ വിളിച്ചാൽ അവനെ തല്ലിക്കൊല്ലും. അങ്ങനെയാണ് രവി സാറിൻ്റെയും ആരിഫ് സാറിൻ്റെയും ഒക്കെ വീഡിയോ കണ്ട് യുക്തിവാദിയായ ഞാൻ ചെയ്യുക, തട്ടിയിരിക്കും. പാകിസ്ഥാനിക്ക് ജയ വിളിച്ചാൽ ഒന്നും നോക്കില്ല, അവനെ ഞാൻ തട്ടിയിരിക്കും. ഇനി ഒരുതിനെ തട്ടിയാലും അവനെ പാകിസ്ഥാന് ജയ വിളിച്ചെന്ന് ഞാൻ പറയും. അപ്പോൾ പിന്നെ രവി സാറും ആരിഫ് സാറും മഹാന്മാരായ പുണ്യപുരുഷന്മാരായ സംഘപരിവാർ പ്രവർത്തകരും എനിക്ക് സപ്പോർട്ട് തരും. രവി സാറിൻ്റെയും ആരിഫ് സാറിൻ്റെയും ഒക്കെ ആക്ടിവിസവും പ്രവർത്തനങ്ങളും ഒന്നും പാഴാകുന്നില്ല. ആൾക്കാർക്കൊക്കെ ബോധം വരുന്നുണ്ട്. അവരൊക്കെ ജിഹാദികളെ തല്ലിക്കൊല്ലുന്നുണ്ട്. ഇനി ഹിന്ദുക്കൾ പേടിക്കണം. ഈ പോക്ക് പോവുകയാണെങ്കിൽ ജിഹാദികൾ ഇന്ത്യയിൽ ഇല്ലാതാവും. പിന്നെ ജിഹാദി സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. അവരാണെങ്കിൽ മുറിയണ്ടി കാരണം ലൈംഗിക ദാഹം ഉള്ളവരായിരിക്കും. ഗുജറാത്തിൽ നമ്മുടെ സഹോദരന്മാർ ചെയ്തതുപോലെ, ബൽക്കിസ് ബാനുവിൻ്റെ ലൈംഗിക ദാഹം മാറ്റിക്കൊടുത്തതുപോലെ നമ്മൾക്കും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ അവസരം കിട്ടും. ആരിഫ് സാറിൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, മുറിയണ്ടി കൊണ്ട് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീകളുടെ ലൈംഗിക ദാഹം മാറ്റിക്കൊടുക്കുന്ന സംഘപ്രവർത്തകരെ ജയിലിൽ ഇടരുതെന്നാണ് ആരിഫ് സാറിൻ്റെയും രവി സാറിൻ്റെയും ആരാധകനായ എൻ്റെ അഭിപ്രായം.